നമസ്കാരം, എല്ലാവർക്കും അഗ്രിഗുരുവിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഫോംസ് ഓഫ് വാട്ടർ ഇറോഷൻ. ഏതൊക്കെ തരത്തിലാണ് വാട്ടർ ഇറോഷൻ ഉള്ളത് അതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ആണ് വാട്ടർ ഇറോഷൻ ഉള്ളത്. ബേസിക്കലി നമ്മൾ പറഞ്ഞു സോയിൽ ഇറോഷൻ തന്നെ വാട്ടർ അതിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വാട്ടർ ഇറോഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി നമുക്ക് 3 സ്റ്റെപ്സാണ് സോയിൽ ഇറോഷൻ ഉള്ളതെന്നും നമുക്കറിയാം: ഡിറ്റാച്ച്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെപ്പോസിഷൻ. ഇനി ഏതൊക്കെ പ്രധാന സ്റ്റെപ്പുകളാണ് നമുക്ക് വാട്ടർ ഇറോഷനിൽ ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ആണ് നമുക്കുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നോക്കൂ, സ്പ്ലാഷ് ഇറോഷൻ. രണ്ടാമത് ഷീറ്റ് ഇറോഷൻ, റിൽ ഇറോഷൻ, ഗള്ളി ഇറോഷൻ ആൻഡ് റാവിൻസ് ഫോർമേഷൻ. ഈ പറയുന്ന 5 ഡിഫറെൻറ്റ് സ്റ്റെപ്സുകൾ, അല്ലെങ്കിൽ 5 ഡിഫറെൻറ്റ് ഏത് സ്റ്റേജസിലാണ് ഉണ്ടാകുന്നത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കൂ, സ്പ്ലാഷ് ഇറോഷൻ. വാട്ടർ ഇറോഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയുന്നത് റെയിൻഫോൾ തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട കാരണം മഴ തന്നെയാണ്. അപ്പോൾ മഴത്തുള്ളികളുടെ ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് റെയിൻഫോൾ, ദ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ, അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ദ റെയിൻഫോൾ, ഇതെല്ലാം തന്നെ സോയിൽ ഇറോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ സ്പ്ലാഷ് ഇറോഷൻ എന്ന് പറഞ്ഞാൽ മഴ റെയിൻ ഡ്രോപ്സ് ആയിട്ട് വീഴുമ്പോൾ ആ റെയിൻ ഡ്രോപ്സ് മണ്ണിൽ അടിക്കുന്ന അല്ലെങ്കിൽ കുത്തുന്ന ആ മൊമെൻറ്റിൽ ദർ ഈസ് എ ചാൻസ് ഫോർ സോയിൽ ഇറോഷൻ. ഈ പറയുന്ന റെയിൻ ഡ്രോപ്പ് മണ്ണിനെ എൻഗൾഫ് ചെയ്യാനും അതിനുശേഷം അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന വഴി ആ സോയിൽ, ആ ഫോഴ്സ് കാരണം, ആ ഒരു ഹയർ കൈനറ്റിക് എനർജി കാരണം ആ ഫോഴ്സ് കാരണം അതിൻ്റെ നാച്ചുറൽ പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് സ്പ്ലാഷ് ഇറോഷൻ ദ ഇറോഷൻ ദാറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഫോളിങ് റെയിൻ ഡ്രോപ്സ്. നമ്മൾ സ്പ്ലാഷ് ഇറോഷൻ എന്ന് പറയുന്നത്. സ്പ്ലാഷ് ഇറോഷൻ നമ്മൾ ആദ്യമായിട്ട് പറയുമെങ്കിലും നമ്മൾ ആദ്യത്തെ സ്റ്റേജ് ഓഫ് ഇറോഷൻ, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇറോഷനായിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഷീറ്റ് ഇറോഷനാണ്. ഷീറ്റ് ഇറോഷൻ അപ്പോൾ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിട്ട് സ്പ്ലാഷ് ഇറോഷൻ്റെ ഭാഗമായിട്ട് ഒരു വാട്ടർ ഫ്ലോ ഉണ്ടാവുകയും ഈ വാട്ടർ ഫ്ലോയുടെ ഭാഗമായിട്ട് ഒരു യൂണിഫോം ഷീറ്റ് ഓഫ് സോയിൽ സർഫസിൽ നിന്ന് ഇറോഡായിട്ട് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഷീറ്റ് ഇറോഷൻ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇറോഷൻ എന്ന് പറയുന്നത് ഷീറ്റ് ഇറോഷനാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമെങ്കിലും ഇറ്റ് ഈസ് എ ലീസ്റ്റ് കോൺസ്പീഷ്യസ് സ്റ്റേജ്. അതായത് ആദ്യത്തെ സ്റ്റേജ് ആണെങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് ആ മണ്ണ് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് സോയിൽ ഇറോഡഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ നേർത്ത ഒരു യൂണിഫോം ലെയർ ഓഫ് സോയിൽ മാത്രമായിരിക്കും അവിടെ നിന്ന് ഇറോഡായി പോയിക്കൊണ്ടിരിക്കുക. സോ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇറോഷൻ എപ്പോഴും ഷീറ്റ് ഇറോഷനാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും ഇറ്റ് ഈസ് എ ലീസ്റ്റ് കോൺസ്പീഷ്യസ് സ്റ്റേജ്. അടുത്ത സ്റ്റേജിലോട്ട് പോകാം നമുക്ക്. റിൽ ഇറോഷൻ, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷീറ്റ് ഇറോഷൻ്റെ ഭാഗമായിട്ട് സോയിൽ അങ്ങനെ ഇറോഡ് ചെയ്ത് പോയതിന് ശേഷം സെക്കൻഡ് സ്റ്റേജാണ് റിൽ ഇറോഷൻ എന്ന് പറയുന്നത്. നേരോ ചാനൽസ്, വീതി കുറഞ്ഞ നേരോ ചാനൽസ് നമുക്ക് ഒരു മഴയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ കാണാൻ സാധിക്കും. സോ ആ ഒരു സെക്കൻഡ് സ്റ്റേജിനെയാണ് നമ്മൾ റിൽ ഇറോഷൻ എന്ന് പറയുന്നത്. 0.3 to 0.7 millimeter per second ഫ്ലോ വെലോസിറ്റി ഉള്ള വാട്ടർ ഫ്ലോ കൊണ്ടായിരിക്കാം റിൽ ഇറോഷൻ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇതാണ് അതിൻ്റെ ഒരു മിനിമം വെലോസിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വെലോസിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഈ പർട്ടിക്കുലർ വെലോസിറ്റിയിൽ വെള്ളം ഒഴുകിയാൽ മാത്രമേ റിൽ ഇറോഷൻ നടക്കുകയുള്ളൂ. മൂന്നാമത്തെ സ്റ്റേജിലോട്ട് നമുക്ക് പോകാം, ഗള്ളീസ് അല്ലെങ്കിൽ ഗള്ളി ഇറോഷൻ. കണ്ടിന്യൂസ് ആയിട്ടുള്ള റിൽ ഇറോഷൻ നടക്കുകയും ഇത് അൺചെക്ഡ് ആയിട്ട് പോകും, നമുക്ക് കാണാതെ, അല്ലെങ്കിൽ നമ്മൾ ഒരു കൺസർവേഷൻ മെഷർ എടുക്കാതെ അൺചെക്ഡ് ആയിട്ടുള്ള റിൽസ് ആണ് എപ്പോഴും ഗള്ളി ഇറോഷൻ അല്ലെങ്കിൽ ഗള്ളീസിലോട്ട് പോകുന്നത്. ഗള്ളീസ് നമ്മൾ പലപ്പോഴും കണ്ടു കാണും. കാരണം നല്ലൊരു മഴയ്ക്ക് ശേഷം വളരെ ഗ്രാജുവലായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചില ചാലുകളൊക്കെ നമുക്ക് ഈ വെള്ളം ഒലിച്ചു പോയിട്ടുള്ള സ്ഥലത്ത് കാണാൻ പറ്റും. സോ അതിനെയാണ് നമ്മൾ ഗള്ളീസ് എന്ന് പറയുന്നത്. എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ഗള്ളീസ് ആർ നോൺ ആസ് ദ സ്പെക്ടാക്കുലർ സിംറ്റംസ് ഓഫ് ഇറോഷൻ. അതായത് ഇറോഷൻ നടന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നത് ഗള്ളീസ് ആയിരിക്കും. സോ ഗള്ളി ഇസ് ആർ നോൺ ആസ് എ സ്പെക്ടാക്കുലർ സിംറ്റം ഓഫ് ഇറോഷൻ. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഫസ്റ്റ് സ്റ്റേജ് ഷീറ്റ് ഇറോഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് എ ലീസ്റ്റ് കോൺസ്പീഷ്യസ് സ്റ്റേജ്. അതേസമയം തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള ഗള്ളി ഇറോഷൻ ആണ് ദ സ്പെക്ടാക്കുലർ സിംറ്റം ഓഫ് ഇറോഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇതൊരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജാണ് ഇറോഷൻ്റെ. അതായത് മണ്ണൊലിപ്പ് കൂടുതലായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് അൺചെക്ഡ് ആയിട്ടുള്ള റിൽസ് ആണ്, അല്ലെങ്കിൽ റിൽസിനെ നമ്മൾ ഉണ്ടായി കഴിഞ്ഞിട്ടും അതിനെ ചെക്ക് ചെയ്യാതെ കൺസർവേഷൻ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ വരുമ്പോഴാണ് ഗള്ളീസിലോട്ടത് മാറുന്നത്. ഒരു ഫൈനലായിട്ടുള്ള, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഫോമാണ് റാവിൻസ് എന്ന് പറയുന്നത്. അത് അടുത്ത സ്റ്റേജാണ്. ഡീപ്പ് ആൻഡ് വൈഡ് ഗള്ളീസ്, അല്ലെങ്കിൽ ഗള്ളീസ് കണ്ടിന്യൂസ്ലി അൺചെക്ഡ് ആയിട്ടുള്ള ഗള്ളീസ്, വീണ്ടും അതിൽ വാട്ടർ ഫ്ലോ ഉണ്ടാവുകയും അതിൽ നിന്ന് വീണ്ടും സോയിൽ റോഡായി പോകുമ്പോൾ ഈ ഗള്ളീസിൻ്റെ ഡെപ്ത് കൂടുകയും അതിൻ്റെ വിഡ്ത്ത് എല്ലാം വർദ്ധിച്ച് അതാണ് റാവിൻസിന് കാരണമാകുന്നത്. പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഗള്ളി ഇറോഷനാണ് റാവിൻ ഫോർമേഷന് കാരണമാകുന്നത്.
കൂടുതലായിട്ടും ഡീപ്പ് അലൂവിയൽ സോയിൽസിലാണ് നമ്മൾ റാവൻസ് പലപ്പോഴും കാണുന്നത്. ഇനി ഏറ്റവും ഫൈനലായിട്ടുള്ള ഈ പറയുന്ന സ്പ്ലാഷ് ഇറോഷൻ, ഷീറ്റ് ഇറോഷൻ, റിൽ ഇറോഷൻ, ഗള്ളി ഇറോഷൻ, അതുപോലെ തന്നെ റാവൻസിൻ്റെ എല്ലാം അവസാനം സിവിയർ ആയിട്ടുള്ള ഒരു ഇറോഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്ത് കോസ് ചെയ്യപ്പെടും? ലാൻഡ് സ്ലൈഡ്സ് വിൽ ബി കോസ്റ്റ്. അപ്പോൾ നമ്മൾ വളരെ ലീസ്റ്റ് കോൺസ്പീഷ്യസ് ആയി തോന്നുന്ന ഷീറ്റ് ഇറോഷൻ ആണെങ്കിലും റിൽ ഇറോഷൻ എന്താണ് അൺചെക്ഡ് ആയി കഴിഞ്ഞാൽ അത് ഗള്ളീസ്, റാവിൻസ് ആൻഡ് ഫൈനലി എന്താണ് ദേ വിൽ ലീഡ് ടു ലാൻഡ് സ്ലൈഡ്സ്, വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിവിയർ ഓർ ഡിസാസ്റ്റർസ് ഫോം ഓഫ് or after effect of water erosion. So we can once more look into the different steps. Splash erosion, which is first splash erosion due to the rainfall. Second one, that is sheet erosion, which is the first stage but is the least conspicuous stage. Then rill erosion, then gully erosion, which is the third stage, and gully erosion is the spectacular symptom of water erosion നമ്മൾ പറയുന്നത്. And the final stage, that is ravine formation, and finally landslides അല്ലെങ്കിൽ which is a severe form. Okay, thank you.